ഞാൻ തന്നെ എന്നെ കരുതിയ പോരെ അച്ഛ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഞാൻ സംരക്ഷിച്ചോളാം. ഇന്നുണ്ടായതുപോലൊരവസ്ഥ ഇനി ഉണ്ടാവില്ല. അതുപോരെ. അതെങ്ങനെയാ മോളെ നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത്? വയ്യായിക വരുന്നത് നിന്നോട് ചോദിച്ചിട്ടാണോ? വല്ലവരും വല്ലത് ചെയ്തു കഴിഞ്ഞാലേ നീ അത് അറിയാൻ പോലും പോകുന്നുള്ളൂ. ആരെന്ത് ചെയ്യുന്ന അമ്മയെ പറയുന്നേ? അങ്ങനൊരു സംശയം പേടിയും സത്യേട്ടനില്ല. പിന്നെന്തിനാ നിങ്ങള് ആവശ്യമില്ലാത്തൊരു സംശയം വച്ചു പുലർത്തുന്നേ? സത്യേട്ടൻ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ എനിക്ക് പോവാൻ പറ്റും. ആ വീട്ടിൽ വെച്ച് എനിക്കൊരപകടവും വരില്ലെന്നാ സത്യേട്ടന്റെ വിശ്വാസം. അവനങ്ങനെയല്ലേ പറയൂ. അവന്റെ വീടല്ലേ. ആ, അവിടെ നിന്നെ നോക്കേണ്ടതേ അവന്റെ അമ്മയാ. നിനക്ക് ഇങ്ങനൊരു വയ്യായിക വന്നിട്ടേ അവരെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടതുപോലുമില്ല. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. രാവിലെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയതാ. അത് തന്നെ നിന്റെ കാര്യത്തിൽ ആർക്കും അവിടെ ശ്രദ്ധയില്ലെന്നതിന്റെ തെളിവല്ലേ മോളെ അത്? ആ അതെ. സുശീലയുടെ സ്വന്തം മോൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവൾ എവിടെയായിരുന്നാലും ഓടി വരില്ലേ? അത് മാത്രമാണോ? ഗർഭിണിയായ മകളെ വീട്ടിൽ തനിച്ചാക്കി സുശീലേച്ചി എങ്ങോട്ടെങ്കിലും പോവോ? എന്റെ അമ്മ, ഞാൻ ആ വീട്ടിൽ തനിച്ചൊന്നുമല്ല. അമ്മയില്ലെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആ വീട്ടിൽ സോനയുണ്ട്. ഇപ്പൊ തന്നെ എനിക്കിങ്ങനെ വന്നപ്പോ ഇന്ദ്രേട്ടനും ശ്യാമും സോനയും കൂടിയല്ലേ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇനി ഒന്നും എനിക്ക് പേടിക്കാനില്ലെന്നാമ എന്റെ മനസ്സ് പറയുന്നത്. എന്റെയും എന്റെ കുഞ്ഞിന്റെയും കൂടെ ഇന്നിവിടെ കണ്ട എല്ലാവരും ഉണ്ടാവും. അവര് ചുറ്റുമുള്ളപ്പോ വേറെ ആർക്കും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല.